ഈ പുരയിടത്തിലുള്ള കൊക്കോയിൽ കൂടി അണ്ണാനും എലിയും വന്ന് ശല്യം ചെയ്യാറുണ്ട്. അതിന് എലിക്കണി വെച്ച് അവയെ പലതിനെ പിടിച്ച് നശിപ്പിക്കാറുണ്ട്. മിനിയാന്ന് ഒരു എലിക്കണി വെച്ച് കൊക്കോയിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു ജീവിയാണിത്. മലബാർ സ്പൈനി ഡോർമൗസ് എന്നറിയപ്പെടുന്ന പ്ലാറ്റാകാന്തോമസ് ലസ്യൂറസ് പശ്ചിമഘട്ടത്തിലെയും നീലഗിരി കുന്നുകളിലെയും ഉൾക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന ഈ സസ്തിനി നമ്മുടെ ഇടയിൽ വന്നതും കൗതുകരമായൊരു കാഴ്ചയാണ്. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഒഴിവുകൾക്ക് ഒരു അറിയിപ്പ് കൊടുക്കാൻ വേണ്ടി എൻ്റെ മരുമകൻ ശ്രീ ജോസുകുട്ടി ജോബിനെ ചുമതലപ്പെടുത്തി. അതും പ്രകാരമാണ് ജോസുകുട്ടി ആ വിവരം കോളേജിലേക്ക് അറിയിച്ചു. ഇന്നലെ ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ ഈ ജീവി കൂട്ടിലിങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ എൻ്റെ മോനാണ് അഡോൺ ജോസ്. അപ്പോൾ അഡോൺ ജോസിനെ ഇവർ അറിയിച്ചു കഴിഞ്ഞാൽ പുള്ളി അത് വേണ്ടി ഹാൻഡ് ചെയ്യും എന്നറിയാവുന്നതുകൊണ്ട് അഡോൺ ജോസിനെ ഇവർ അറിയിക്കുകയത്. അപ്പോൾ അതിന് പ്രകാരമാണ് ഇന്നിപ്പം വളരെ സ്പീഡിൽ ഇവർ കോളേജിൽ നിന്നുള്ള സ്റ്റാഫ് വളരെ സ്പീഡിൽ തന്നെ ഇവിടെ വരികയും ഈ സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് കാണുകയും അത് വേണ്ട രീതിയിൽ അത് കാഴ്ചയ്ക്ക് വിധേയമാകുന്ന രീതിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇങ്ങനെ പ്രത്യേക ജീവിയായതുകൊണ്ട് നമുക്ക് അതിനോട് ഒരു കാരുണ്യം നമുക്ക് തോന്നുന്നുണ്ടല്ലോ, ഒരു വാത്സല്യം പ്രത്യേകിച്ച് തോന്നുന്നുണ്ട്. വളരെയധികം റെയർ ആയിട്ടുള്ളതും ഒരുപാട് പ്രത്യേകതകളുമുള്ള ഈ ഒരു സസ്തിനിയെ പിന്നീട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമുള്ള ഗവേഷകർ ഏറ്റുവാങ്ങുകയുണ്ടായി. ആകസ്മികമായി ലഭിച്ച ഈ ഒരു സന്തോഷ വാർത്തയുമായി മടങ്ങുവാൻ തുടങ്ങുമ്പോഴാണ് മറ്റൊരു കൗതുകവും ഞങ്ങളെ തേടിയെത്തിയത്. 1997 ആഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികം നമ്മുടെ ദേശീയ സർക്കാർ ആഘോഷിച്ചു. ഒരു വർഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ അവസാനത്തെ ദിവസം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വ ആഭിമുഖ്യത്തിലാണ് ഒരു ദേശീയ ഫോട്ടോഗ്രാഫി മത്സരം നടത്തി. ഞാൻ ഒരു സാധാരണ ഒരു ഫോട്ടോഗ്രാഫർ, ഒരു ചിത്രകാരനാണ്, ആ കൂടെ ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫിയായിട്ട് ഇച്ചിരി ബന്ധവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പരസ്യം കണ്ടതുകൊണ്ട് ഞാൻ 2 ഫോട്ടോ ദേശീയ തലത്തിൽ പ്രാധാന്യം അറിയിക്കുന്ന വിധത്തിലുള്ള 2 ഫോട്ടോസ് ഞാനവിടെ ഇവിടെ നിന്ന് അയച്ചു കൊടുത്തു. ആ 2 ഫോട്ടോയിൽ ഒരു ഫോട്ടോയ്ക്ക് ദേശീയ തലത്തിൽ നമുക്കൊരു പുരസ്കാരം കിട്ടി എന്നുള്ള ഒരു സന്തോഷ വാർത്ത ഞാനിവിടെ അറിയിക്കുകയാണ്.